ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിൽ നിന്ന് വന്നൊരു കൊറിയറാണ് കേട്ടോ ഇത് ഹെൽമറ്റും വണ്ടി കൊറിയർ അയച്ചതിൻ്റെ ഒരു കുറച്ച് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെയാണ്, വണ്ടിയുടെ കീ ഒക്കെയാണ്. ഇതൊക്കെ ആയിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയാലേ നമുക്ക് നമ്മുടെ വണ്ടി പിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കൊറിയർ കിട്ടിയതിൻ്റെ സന്തോഷത്തെ ഹെൽമെറ്റൊക്കെ തലയിലൊക്കെ വെച്ച് ബാക്കിയെല്ലാം നോക്കി ഞങ്ങൾ ചടപടേന്ന് റെഡിയായി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. ഞാൻ ചേട്ടൻ്റെ കൈയും കാലും പിടിച്ചിട്ടാണ് പോണത്. ചേട്ടൻ ഒറ്റയ്ക്ക് വണ്ടി എടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാനും അന്ന് കണ്ടേയില്ലേ പൂനെ റെയിൽവേ സ്റ്റേഷൻ, നമ്മൾ രാത്രി വന്ന് കണ്ട് എന്ത് കണ്ട്, അപ്പം ഇപ്പോൾ ഇവിടുത്തെ ഒരു ബസ് യാത്രയും കൂടെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമ്മളിങ്ങനെ വണ്ടി പോകുന്ന കാണുമ്പം കണ്ടിട്ടുള്ളൂ. നമ്മുടെ RTC പോലെ അല്ല ഇവിടുത്തെ RTC, വേറൊരു രീതിയാണ്. അപ്പോൾ അതും കൂടെ എക്സ്പ്ലോർ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ചേട്ടനോട് എന്നെയും കൂടെ കൊണ്ടുപോകുന്നത്. പക്ഷേ ചേട്ടൻ കുറേയൊക്കെ എൻ്റെ വാശിക്ക് നിന്ന് അതൊന്ന് സമ്മതിച്ചു എന്നെയും കൂടെ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നേരെ പൂനെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. ഒരാൾക്ക് 40 രൂപ ചാർജ് മറ്റോ അങ്ങാണ്ടാണ് കേട്ടോ. ചേട്ടൻ ബാക്കിലും ഞാൻ ഫ്രണ്ടിലുമാണ് എനിക്ക് ഇരിക്കുക, സിറ്റി. അപ്പോൾ അങ്ങനെ ഇരുന്നത്. അപ്പം സൈഡിൽ ചേച്ചി ഇരിക്കുന്നുണ്ട്. മാത്രമല്ല ഗ്ലാസ് അത്ര ക്ലിയർ ആയിരുന്നില്ല, പക്ഷെ നല്ല വിഷ്വൽസായിരുന്നു. പിന്നെ പറയാതിരിക്കാൻ പറ്റൂല, ഈ പറയുന്ന വണ്ടി എല്ലാം എന്താ പറയുന്നത്, ഇടുക്ക് വഴികളിലൂടെ എല്ലാമാണ് പോകുന്നത്. എല്ലാ ചേരികളിലും എല്ലാ റേഞ്ചിലൂടെയാണ് പോണത്. ഡയറക്റ്റ് നമുക്ക് പൂനെയിലോട്ട് റെയിൽവേ സ്റ്റേഷനിലാണോ ചോദിച്ചു, ആണോ, ഞങ്ങൾ കയറുകയും ചെയ്തു. പക്ഷേ ഇത്രയും ഇടുക്ക് പിടിച്ച് അത്രയും കുത്തിത്തിരികി പല ഇടവഴികൾ കൂടെ ചെന്നുകൊണ്ട് ഒരുപാട് സമയം നമുക്ക് ബസ്സിലങ്ങ് നഷ്ടമായി. കാരണം തിരിച്ച് ഡ്യൂട്ടിക്ക് ചേട്ടന് വൈകിട്ട് കയറണം. അപ്പം ഇത്രയും ലേറ്റ് ആവുമോ നമ്മൾ വിചാരിച്ചുമില്ല. ഇടുക്ക് വഴികളിലൂടെ എങ്ങനെയെങ്കിലും, പക്ഷെ പോയതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി. ഒരുപാട് തെരുവിൽ പലരുടെയും പല സാഹചര്യത്തിൽ നമ്മളൊക്കെ ഇപ്പോഴും ജീവിക്കുന്നത് എന്ത് നല്ല രീതിയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. കാരണം പലരുടെയും ജീവിത സാഹചര്യങ്ങൾ പല ബ്ലോക്കുകളിൽ വന്നപ്പോഴും നമ്മൾ പലരുടെയും പല തെരുവുകളുടെ അവസ്ഥകൾ നമ്മൾ കണ്ടപ്പം നമ്മൾ എന്ത് ഭാഗ്യം ചെയ്തവരാണോ എന്ന് നമുക്ക് ഉള്ളുകൊണ്ട് തോന്നി. ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വണ്ടി കണ്ടുപിടിക്കാൻ കുറച്ച് ടൈം പിടിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു വണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ള റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു വീഡിയോ എടുത്തുകൊണ്ട് എനിക്ക് പണി കിട്ടിയത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് അറിയാം. അതിന് മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വലിയ രീതിയിൽ റിസ്ക് എടുക്കാൻ നിന്നില്ല. റെയിൽവേ സ്റ്റേഷനിലകത്തെ വീഡിയോസൊന്നും ഞാൻ എടുക്കാൻ നിന്നില്ല. അപ്പം വണ്ടി കിട്ടി. അതിൻ്റെ സന്തോഷത്തിൽ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഊരിയിട്ടാണ് ഇവർ കൊറിയർ ചെയ്യുന്ന വണ്ടിയിൽ കയറ്റി വിടുന്നത്, ട്രെയിനകത്ത് കയറ്റി വിടണേ. അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ബാഗിനകത്തോട്ട് അതാക്കി പെട്രോൾ ഫുൾ കാലിയാക്കിയിട്ടാണല്ലോ കയറ്റി വിടുന്നത്. പെട്രോളും കൂടെ നമ്മൾ വാങ്ങിയിട്ടാണ് പോയത്. അങ്ങനെ എല്ലാം സെറ്റായി വണ്ടി എടുത്തു. പിന്നെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. പുറത്തിറങ്ങിയപ്പോൾ ഓരോരോ കാഴ്ചകൾ എനിക്ക് ചേട്ടൻ പറഞ്ഞു തരുമായിരുന്നു. ഇതായിരുന്നു നമ്മൾ നൈറ്റ് വന്നപ്പം കണ്ട കാര്യങ്ങളെന്നൊക്കെ. എനിക്കന്ന് ഞാൻ വേറൊരു അവസ്ഥയിലായതുകൊണ്ട് ഇതൊന്നും ഞാൻ അയ്യോ എങ്ങനെ ഇവിടുന്ന് തന്നെ തിരിച്ചു പോകുമ്പോൾ വേറെ നാട് എല്ലാം കൊണ്ട് പേടിച്ചാണ്ട് ഇതൊന്നുമേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മളിപ്പം 2 മാസത്തോളം ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും പുറത്തിറങ്ങിയില്ലെങ്കിലും നമ്മുടെ ആ ജീവിത സാഹചര്യമായിട്ട് അഡ്ജസ്റ്റ് ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ കേട്ടും കണ്ടും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ചേട്ടൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നതൊക്കെ. പിന്നെ എന്താ പറയുക, എന്നത്തെയും പോലെ തന്നെ. പിന്നെ ഈ ഷോൾ എൻ്റെ ഒരു കൂടപ്പിറപ്പായിട്ട് വേണമെങ്കിൽ കൂട്ടാം കേട്ടോ. 2 ഹെൽമെറ്റും കൂടെ കൈ പിടിച്ചുകൊണ്ട് പോകുന്നത് അത്ര വലിയ എന്താ പറയുക, ഭയങ്കര ടാസ്ക് ഉണ്ട്. നമ്മൾ കൊണ്ടുപോകലും ഒരു ഹെൽമെറ്റ് കൊണ്ടുപോകലും. പിന്നെ ഈ പറയുന്ന നമ്മൾ മാത്രമാണ് രണ്ടുപേരിങ്ങനെ, നമ്മളെന്താ അന്യഗ്രഹ ജീവികളെന്ന പോലെയാണ് രണ്ടുപേരും ഹെൽമെറ്റ് വെക്കുമ്പോൾ എല്ലാവരും നോക്കണം. കാരണം ഇവിടെ ആരും അങ്ങനെ വെക്കാറില്ല. അതാണ് ഒരു സത്യം. ഹെൽമെറ്റ് വെക്കുന്ന റെയറായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മൾ മഴച്ചാറ്റിൽ നല്ല രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഷോൾ എടുത്ത് തലയിൽ കൂടെ ഇട്ട്, ചാറ്റിലുണ്ടായതുകൊണ്ട് വെറുതെ പനി പിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ്. ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് ഒരു 11:45 പോകണല്ലേ, ഫുഡ് കഴിക്കാതെ പോയത്. ഒരുപാട് ലേറ്റാണ്. പിന്നെ പുറത്തുനിന്ന് ഫുഡ് നമ്മൾക്ക് വിശ്വസിച്ച് എൻ്റെ പേടിയുണ്ട് വിശ്വസിച്ച് കഴിക്കാൻ. നമ്മളൊരു ചായ മാത്രം കുടിച്ചിട്ട് ഒതുക്കി നേരെ നമ്മൾ ഓരോ കാഴ്ചകളും കണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാരണം നമ്മൾ ബസ്സിൽ പോയ റൂട്ടെല്ലാം നമ്മൾ തിരിച്ച് ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നപ്പോൾ വേറെ ഡയറക്റ്റ് വഴിയാണ് കാണിച്ചത്. അപ്പം നമുക്ക് അധികം സഞ്ചരിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. കാരണം പെട്ടെന്ന് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. മറ്റേത് നമ്മൾ ഒരുപാട് സമയം നമ്മുടെ വേസ്റ്റ് ചെയ്തു ആ ബസ്സിൽ പോയപ്പോഴത്തേന്. ഓരോരോ കാഴ്ചകളും ഓരോ കാര്യങ്ങളൊക്കെ പറയുന്ന ആ റോഡ് സൈഡിലെ ഓരോ വരകളും നല്ല പ്രത്യേക നമ്മളെ അട്രാക്റ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഓരോരോ കാര്യങ്ങളുമായിരുന്നു. പിന്നെ ഈ പറയുന്നത് പോലെ എന്നെ ഗേറ്റിൽ ചേട്ടൻ ഇറക്കി. കാരണം ഇതിൻ്റെ അകത്തോട്ട് 2 പേർക്ക് ഹെൽമെറ്റ് ഇല്ലാത്ത ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ നിൽക്കുന്ന അകത്തോട്ട് കയറി പോകാൻ പറ്റൂല. മാത്രമല്ല ചേട്ടന് തിരികെ ഡ്യൂട്ടിയിൽ കയറേണ്ട സമയവുമായി. എടുക്കാൻ പോയി ഞാനെന്താ തിരിച്ചൊറ്റയ്ക്കെന്നല്ലേ. ചേട്ടൻ
എന്നെ ഗേറ്റിലിറക്കിയിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി. ഞാൻ കോട്ടേഴ്സിലോട്ട് നേരെ നടക്കുന്നു. അങ്ങനെ കയ്യിൽ വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ട്. ഇനി ചേട്ടൻ യൂണിറ്റിലൊക്കെ പോയിട്ട് പിന്നെ വണ്ടിയുടെ എന്തോ സ്റ്റിയറിങ്ങിന് കയറ്റി വിടുന്നതല്ലേ വണ്ടിയിൽ ഒരുപാട്. അപ്പം എന്തോ സ്റ്റിയറിങ്ങിന് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഇതുണ്ടെന്നോ, സ്റ്റിയറിങ് അല്ല സോറി, ഹാൻഡിലിന്. അപ്പോൾ അങ്ങനെ പിന്നെ ഗ്ലാസ്സൊക്കെ അവർ ഊരിയിട്ടല്ലേ വിടുന്നത്. അപ്പം ഗ്ലാസ്സും ഫിറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മൾ കോട്ടേഴ്സിൽ കൊണ്ടുവന്നില്ല. അപ്പം വണ്ടി വാഷും ചെയ്ത് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് യൂണിറ്റിലൊക്കെ പോയതെല്ലാം കഴിഞ്ഞിട്ട് ചേട്ടൻ വരത്തുള്ളൂ. എന്നിട്ട് വണ്ടി കാണിക്കാം. പിന്നെ വണ്ടി നല്ല രീതിയിൽ വാഷ് ചെയ്യിക്കേണ്ടതെന്ന് വെച്ചാൽ ചേട്ടൻ്റെ അനിയൻ്റെ നാട്ടിലുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അനിയൻ വീട്ടിലോട്ട് എടുത്തുകൊണ്ട് വന്നപ്പോഴൊക്കെ മഴയായിരുന്നു. പിന്നെ നല്ല രീതിയിൽ വണ്ടി അഴുക്കുണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിൽ വാഷ് ചെയ്യണം. നല്ല അഴുക്കുണ്ട്, ചെളിയൊക്കെ ആയിട്ട്. ചെളിയല്ല, അഴുക്കുണ്ട്. അപ്പം ചേട്ടൻ വാഷ് ചെയ്യിപ്പിക്കുകയെന്ന് വെച്ചാൽ ഇവിടെ വന്ന് നമുക്ക് വാഷ് ചെയ്യേണ്ട ഇതേ ഉള്ളുമായിരുന്നു. പിന്നെ ചേട്ടൻ പിന്നെ അങ്ങനെ അങ്ങ് യൂണിറ്റിലും പോകണം നേരെ. അങ്ങനെ പിന്നെ വാഷും ചെയ്ത് ഇതെല്ലാം ചെയ്തിട്ടാണ് അങ്ങ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടന്ന് പോരുന്നു ഗേറ്റിൽ നിന്ന്. പിന്നെ മാത്രമല്ല, നടന്നു പോയതിൻ്റെ കാര്യം ഹെൽമെറ്റ് ഇല്ലാതെ എൻ്റെ അകത്തോട്ട് കയറി എന്നെ വിട്ടിട്ട് അങ്ങോട്ട് വാക്കത്തില്ല. പിന്നെ ഒരാളുടെ ഹെൽമെറ്റിൽ നമ്മൾ കൊണ്ടുപോയിട്ടുള്ളായിരുന്നു. ഹെൽമെറ്റ് ഇല്ലാതെ എൻ്റെ അകത്ത് പറ്റൂല. അപ്പോൾ ഹെൽമെറ്റ് മസ്റ്റാണ്. അപ്പം ഞാൻ ഇങ്ങനെ നടന്നു പോരുന്നു. ഇനിയിപ്പം ചേട്ടൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ് ചെയ്യണം, കൂടെ കൂട്ടണം. ടാറ്റ ബൈ ബൈ, സീ യു.